ചാതി 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 ഭൂമിയിലെ ഏറ്റവും ധീരനും ധർമ്മിഷ്ഠനും പില്ലാടിയും ബലവാനും വിദ്വാനും സുമുഖനുമായ വീരയോദ്ധാവിന് പ്രണാമം. സമൂഹത്തിലെ ദുരാചാരങ്ങളുടെ, ക്രൂരതയുടെ, മൂകവേദനകളുടെ പ്രതീകമായ ഏറ്റവും ശ്രേഷ്ഠനായ പോരാളി, 3 പിതാക്കന്മാരുടെയും 3 മാതാക്കളുടെയും പാരമ്പര്യമുള്ള പ്രഥമ പാണ്ഡവനും ജ്യേഷ്ഠ കൗന്ദയനുമായ കൗരവപക്ഷത്തിന്റെ സർവസേനാധിപതിക്ക് യാദവ് കുല രാജാവായ കൃഷ്ണന്റെ അന്ത്യപ്രണാമം. അങ്ങ് എന്താണ് ഉരുവിട്ടത്? കർണൻ പ്രഥമ പാണ്ഡവനെന്നോ? അപ്പോൾ നമ്മുടെ ജ്യേഷ്ഠനാണോ കർണൻ? ഭഗവാൻ ഉരുവിട്ടത് പരമമായ സത്യം. സ്വന്തം ജ്യേഷ്ഠ സഹോദരനു നേരെ ശരം തൊടുക്കുവാൻ ആജ്ഞാപിച്ചപ്പോൾ ഓർത്തില്ല അല്ലേ? സൂര്യദേവന്റെയും പാണ്ഡവ മഹാരാജാവിന്റെയും അധിരഥന്റെയും പിതൃത്വവും ഗംഗയുടെയും കുന്തിദേവിയുടെയും രാധമ്മയുടെയും മാതൃത്വവും തണലായുള്ള പ്രഥമ പാണ്ഡവനായ കർണൻ നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണെന്ന് ആരും നിങ്ങളെ അറിയിക്കാഞ്ഞതെന്തേ? കൃഷ്ണ, പാണ്ഡവർക്ക് അധർമ്മം പ്രവർത്തിക്കേണ്ടി വന്നു. അധർമ്മം? യുധിഷ്ഠിര, ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അധർമ്മം പ്രവർത്തിക്കാത്ത പാണ്ഡവരുണ്ടെന്നോ? ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മ പിതാമഹനെ ശരശയ്യയിൽ കിടത്തിയത് ധർമ്മമനുസരിച്ചിട്ടാണോ? സ്വന്തം ഗുരുനാഥനായ ദ്രോണരെ ചതിച്ചു കൊന്നത് ഏത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിരായുധനായ കർണന് നേരെ അസ്ത്രമയച്ചത് ഏത് യുദ്ധശാസ്ത്രം അനുസരിച്ചിട്ടാണ് യുധിഷ്ഠിര? യുധിഷ്ഠിര, എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ ഈ കുരുക്ഷേത്ര യുദ്ധം? സ്വന്തം സഹോദരന്മാരെയും ബന്ധുജനങ്ങളെയും കുരുതി കൊടുത്തത് ആർക്ക് വേണ്ടിയായിരുന്നു? ആർക്കെതിരെയാണോ നിങ്ങൾ ശരങ്ങൾ തൊടുത്തത്? സൂതപുത്രനായ കർണന് നേരെയോ? അതോ സ്വന്തം പ്രതിബിംബത്തിന് നേരെയോ? രാജമാതാവ് ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നു അല്ലേ? സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന നിനക്കറിയില്ല വൃഷാലി. പുത്രനെ നഷ്ടപ്പെട്ട വേദന എനിക്കറിയില്ല. എന്റെ പുത്രൻ സുധാമൻ, വൃഷസേനൻ, സഹോദരൻ സത്യസേനൻ, കർണന്റെ എല്ലാമായ ഷോണൻ, ഇപ്പോൾ ഭർത്താവ് കർണനും 4 പേരെയും അമ്മയുടെ മകൻ ചതിച്ചു കൊന്നെന്നറിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയോളം വരുമോ? ജന്മദിവസം തന്നെ തന്റെ മകനെ ഉപേക്ഷിച്ച അമ്മയുടെ ഹൃദയവേദന. മകളെ വൃഷാലി, ഈ അമ്മയെ ശപിക്കല്ലേ. ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എല്ലാം വൈകിയാണ് മനസ്സിലാക്കിയതും. എന്റെ മാതൃത്വം എനിക്ക് മാതൃത്വം തന്നെയാണ് സ്ത്രീയുടെ മോക്ഷമെന്ന് മനസ്സിലാക്കാതെ, സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുവാൻ കൂടി മെനക്കെടാതെ ഗംഗാ നദിയിൽ ഒഴുക്കിയ നിങ്ങൾക്കെങ്ങനെ മാതൃത്വത്തെ കുറിച്ച് വർണ്ണിക്കുവാൻ സാധിക്കുന്നു? ഹസ്തിനപുരിയിലെ 1ാമത്തെ പോരാളിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരും സൂതപുത്രൻ എന്നും തേരാളിയുടെ മകനെന്നും വിളിച്ച് കർണനെ അപമാനിച്ചപ്പോൾ എവിടെ പോയിരുന്നു നിങ്ങളുടെ മാതൃഹൃദയം? അമ്മ, വാക്ക്, കടമ, ഇവയെല്ലാമാണ് മനുഷ്യന്റെ സർവശ്രേഷ്ഠമായ മാനമര്യാദകൾ. സന്ദർഭമാകുമ്പോൾ പ്രാണൻ കൊടുത്തും അവയെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന കർണൻ അവന്റെ പ്രിയമിത്രം ദുര്യോധനു വേണ്ടി അവന്റെ പ്രാണൻ കൊടുത്ത് വാക്കും കടമയും നിർവഹിച്ചിരിക്കുന്നു. കർണന് മിത്രമായി ലഭിച്ചത് പൂർവജന്മത്തിൽ
ഞാൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ്. കർണ, കർണ, കർണ. ദുര്യോധന, കർണനെ പോലുള്ള സർവ സൈന്യാധികളും ദുശാസനെ പോലുള്ള ബലവാന്മാരായ 99 സോദരർ, ശകുനി അമ്മാവനെ പോലുള്ള രാജതന്ത്രജ്ഞർ, ഭീഷ്മ പിതാമഹൻ, ദ്രോണർ, കൃപാചാര്യർ തുടങ്ങിയ ഗുരുക്കന്മാർ, അശ്വത്ഥാമാവിനെ പോലുള്ള വില്ലാളി വീരന്മാർ, പ്രാണൻ നൽകുവാൻ തയ്യാറുള്ള ലക്ഷക്കണക്കിന് സൈനികർ. എന്നിട്ടും എന്തേ കൗരവർ പരാജയത്തിന്റെ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു? ഈ വൈകിയ വേളയിലും കാരണം അന്വേഷിക്കോ സുയോധന? യുദ്ധങ്ങൾ അധർമ്മത്തെ ധർമ്മം കൊണ്ട് കീഴടക്കുന്ന ഒരു ഉപാധി മാത്രമാണെന്ന് മനസ്സിലാക്കിയാലും ഈ കുരുക്ഷേത്ര ധർമ്മയുദ്ധത്തിൽ കർണൻ എന്ന ധീരനായ യോദ്ധാവ് അവന്റെ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ഷത്രിയനായ സൂര്യപുത്രന് മോക്ഷം കിട്ടിയിരിക്കുന്നു. ക്ഷത്രിയൻ, മൃത്യുവിൽ മാത്രം ക്ഷത്രിയൻ. സൂതപുത്രൻ ക്ഷത്രിയനാണ് പോലും. ദ്രൗപദിയുടെ സ്വയംവരത്തിൽ വെച്ച് ദ്രൗപദിയും രാജാക്കന്മാരും സൂതപുത്രൻ എന്ന് പറഞ്ഞ് കർണനെ അപമാനിച്ചപ്പോൾ ഉന്നത കുലജാതർ എന്ന അഭിമാനം കൊള്ളുന്ന നിങ്ങൾ കർണൻ ക്ഷത്രിയനാണെന്ന് ഉറക്കെ വിളിച്ചു പറയാഞ്ഞത് എന്തേ കൃഷ്ണ? അന്ന് കർണന്റെ കൈകൾ കൊണ്ട് അർജുനൻ വധിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ യുദ്ധശാസ്ത്രം ചൂണ്ടിക്കാട്ടി കർണനെ തടഞ്ഞ സൂത്രശാലിയായ കൃഷ്ണ, ഇന്ന് അതേ ശാസ്ത്രം എന്തുകൊണ്ട് അർജുനന് പകർന്നു കൊടുത്തില്ല? സുധാമനെ അർജുനൻ ചതിച്ചു കൊന്നപ്പോൾ എവിടെയായിരുന്നു കൃഷ്ണ നിങ്ങളുടെ യുദ്ധശാസ്ത്രം? ദുര്യോധന, സൂതപുത്രൻ എന്ന കാരണത്താൽ കർണന് കൗരവ പക്ഷത്തിന്റെ സർവസേനാധിപതി പട്ടത്തിന് അർഹതയില്ലെന്ന് പറഞ്ഞു മാറ്റി നിർത്തി. പാണ്ഡവരോട് അനുകമ്പയുള്ള ഭീഷ്മ പിതാമഹനെ നിയമിച്ചില്ലായിരുന്നുവെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വിധി മറ്റൊന്നാകുമായിരുന്നില്ലേ? കുലമഹിമയല്ല, മറിച്ച് പുരുഷാർത്ഥമാണ് ഒരു യോദ്ധാവിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണമെന്ന് നീ ഓർക്കാതെ പോയതെന്തേ? അധർമ്മത്തോട് പ്രതികരിക്കാത്ത, സത്യസത്യ വിവേചനമില്ലാത്ത ധർമ്മം ധർമ്മമല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കെൽപ്പില്ലാത്ത, പാണ്ഡവരോട് അനുകമ്പയുള്ള ഭീഷ്മരെയും ദ്രോണരെയും കൃപാചാര്യരെയും പോലുള്ള വയോവൃദ്ധന്മാരായ ഗുരുക്കന്മാരെ മുൻനിർത്തി യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പരാജയം മണത്തറിഞ്ഞിരുന്നു വീരനായ കർണൻ. എന്നിട്ടും ക്ഷത്രിയ കുലജാതനായ ഹസ്തിനപുരിയിലെ യുവരാജാവായിരുന്ന ദുര്യോധന, നീ അതറിയാതെ പോയതെന്തേ? രാജമാതാവേ, സൂതപുത്രൻ എന്ന ഒറ്റ കാരണത്താൽ ദ്രോണരുടെ ആയോധന പാഠശാലയിൽ 2ാം തരം യോദ്ധാവായി വിദ്യ അഭ്യസിക്കേണ്ടി വന്നത് കർണന്റെ കർമ്മയോഗമല്ലേ? ബ്രാഹ്മണരെ മാത്രമേ ശിഷ്യനാക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്ത പരശുരാമന്റെ കയ്യിൽ നിന്ന് ദുര്യോധനന് വേണ്ടി ബ്രാഹ്മണ വേഷം കെട്ടി കഠിനമായ ബ്രഹ്മാസ്ത്ര വിദ്യ അഭ്യസിച്ചെടുത്ത് അതേ ഗുരുവിന്റെ തന്നെ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്ന കർണനെ ഏത് ഗണത്തിൽപ്പെടുത്തണം? രാജമാതാവേ, ദിഗ്വിജയിയായ കർണന്റെ മുമ്പിലേക്ക് ദേവരാജാവായ ഇന്ദ്രനെ യാചകവേഷം കെട്ടി കർണന്റെ ശക്തി സ്രോതസ്സായ കവചകുണ്ടലങ്ങൾ കരസ്ഥമാക്കിയത് സ്വന്തം പുത്രന്റെ അന്ത്യത്തിന് വേണ്ടിയായിരുന്നുവോ? ഇന്ദ്രനെ മുൻനിർത്തി അർജുനനെ സംരക്ഷിച്ച കുടില ബുദ്ധി ഈ വസുദേവ പുത്രന്റേതായിരിക്കും അല്ലേ? ഒരിക്കലും പുൽക്കൊടി പോലും മുളയ്ക്കാത്ത ഈ കന്യാഭൂമിയിൽ ഇതാ സ്വന്തം പുത്രന്റെ ചിത കത്തിയെരിയുമ്പോൾ കർണൻ പെറ്റമ്മയ്ക്ക് നൽകിയ 5 മക്കൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ള ദാനം നിറവേറ്റിയിരിക്കുന്നു. കൃഷ്ണ, അങ്ങെന്താണ് കർണൻ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണെന്ന് ഞങ്ങളെ അറിയിക്കാതിരുന്നത്? ഹസ്തിനപുരി പാണ്ഡവർക്ക് തിരികെ ലഭിക്കുന്നതിനു വേണ്ടി അങ്ങ് എന്താണ് ഈ പറയുന്നത്? ചില സത്യങ്ങൾ അങ്ങനെയാണ്, ആർക്കും ഒന്നും മനസ്സിലാവുകയില്ല. കർണൻ
പാണ്ഡവരുടെ സോദരനാണെന്നറിഞ്ഞാൽ ഈ കുരുക്ഷേത്ര യുദ്ധമേ ഉണ്ടാകുമായിരുന്നില്ല. എന്തെന്നാൽ പാണ്ഡവരെല്ലാം കർണനോട് മാപ്പ് ചോദിച്ച് കർണനെ ഹസ്തിനപുരിയിലെ മഹാരാജാവാക്കും. പിന്നെ കർണന് ദുര്യോധനന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനു വേണ്ടി ഹസ്തിനാപുരി ദുര്യോധനന് തന്നെ തിരികെ കർണൻ നൽകേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കാനാണ് കർണന്റെ ജന്മരഹസ്യം ആരെയും അറിയിക്കാതിരുന്നത്. യുദ്ധം കൊണ്ട് മാത്രമേ ഹസ്തിനപുരി പാണ്ഡവർക്ക് ലഭ്യമാവുകയുള്ളൂ എന്ന് കർണൻ ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്റെ എല്ലാ സോദരരും ഭീമസേനന്റെ കൈകളാൽ മരണം പുൽകിയിട്ടും ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാത്ത സുയോധനൻ കർണനു വേണ്ടി മാത്രമെന്തേ അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുതന്നെയാണ് കർണന്റെ മഹത്വവും. സോദരി, നിന്റെ ഭർത്താവിനേക്കാൾ ശ്രേഷ്ഠൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. കർണന്റെ പത്നീപദം അലങ്കരിക്കുവാൻ പുണ്യം ലഭിച്ച വൃഷാലി, നീ ഭാഗ്യവതിയാണ്. ഭഗവാൻ കൃഷ്ണനായ നാം അരുളി ചെയ്യുന്നു, 5 പാണ്ഡവന്മാരുടെ എല്ലാ ഗുണങ്ങളും കർണൻ എന്ന ഒറ്റ യോദ്ധാവിലുണ്ട്. യുധിഷ്ഠിരനേക്കാൾ ധർമ്മിഷ്ഠൻ, അർജുനനേക്കാൾ വില്ലാളി വീരൻ, ഭീമനേക്കാൾ ബലവാൻ, നകുലനേക്കാൾ സൗന്ദര്യമുള്ളവൻ, സഹദേവനേക്കാൾ ജ്ഞാനമുള്ളവൻ. പാണ്ഡവ സൈന്യത്തിന് ഇത്രയേറെ ആഘാതമേൽപ്പിച്ച ഒരു പോരാളിയേയുള്ളൂ, അത് കർണനാണ്. കവചകുണ്ടലങ്ങൾ ദാനം നൽകിയിരുന്നില്ലെങ്കിൽ 3 ലോകവും കീഴടക്കുവാൻ കർണന് സാധിക്കുമായിരുന്നു. ഇന്ദ്രനും വൈശ്രവണനും വരുണനും യമനു പോലും കർണനോട് പൊരുതി ജയിക്കുവാൻ സാധ്യമല്ല. സൂര്യപുത്രനായി ജനിച്ച് സൂതപുത്രനായി കർമ്മമനുഷ്ഠിച്ചു പുരുഷാർത്ഥത്തിന്റെ പര്യായമായ ലോകത്തിന് തന്നെ മാതൃകയായ കർണന്റെ കീർത്തി യുഗയുഗാന്തരങ്ങളോളം നിലനിൽക്കും ഭവതി. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തൽസ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി ശ്രദ്ധാവലംബതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിമചിരേണാദി ഗച്ഛതി. ഈ ലോകത്തിൽ ജ്ഞാനം പോലെ പവിത്രമായി ഒന്നും തന്നെ ഇല്ല തന്നെ. യോഗം കൊണ്ട് സിദ്ധനായവന് ഈ ജ്ഞാനം കാലക്രമത്തിൽ തനിയെ നേടുന്നു. ജ്ഞാനത്തിൽ തന്നെ മനസ്സൂന്നിയവനും ജിതേന്ദ്രിയനും ശ്രദ്ധയുള്ളവനുമായ ആൾ ജ്ഞാനം നേടുന്നു. ജ്ഞാനം നേടിയാൽ പരമമായ ശാന്തിയെ ഉടൻ പ്രാപിക്കുന്നു. കർണൻ ജ്ഞാനം നേടിയവനാണ്, അവന് പരമമായ ശാന്തി ലഭിച്ചിരിക്കുന്നു. അങ്ങയ്ക്ക് മോക്ഷം ലഭിച്ചുവോ? അങ്ങ് മോക്ഷം പ്രാപിച്ചുവോ? പ്രിയനെ, എന്നെ തരിച്ചാക്കി അങ്ങ് മോക്ഷം പ്രാപിച്ചുവോ? അങ്ങയ്ക്കൊപ്പം ഞാനും ഇതായിരുന്നു. കവചകുണ്ടല സമേത ജനനം അർക്കതേജോർവദന കമലം. കവചകുണ്ടല സമേത ജനനം അർക്കതേജോർവദന കമലം. ദാനധർമ്മ മഹാകർമ്മം ധീരജന്മ ശ്രേഷ്ഠ പുണ്യം. ദാനധർമ്മ മഹാകർമ്മം ധീരജന്മ ശ്രേഷ്ഠ പുണ്യം. കവചകുണ്ടല സമേത ജനനം അർക്കതേജോർവദന കമലം. കവച